മലപ്പുറം വേങ്ങരയിലെ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിൽ നിന്ന് സാധന സാമഗ്രികൾ മോഷണം പോയെന്ന് പരാതി. കഴിഞ്ഞ മെയ് 4-ന് ജീവനക്കാരെത്തിയപ്പോഴാണ് ഓഫീസിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ കാണാതായത്. എന്നാൽ ഈ മോഷണ കഥയിൽ ഒരു ട്വിസ്റ്റ് കൂടിയുണ്ട്. അതെന്താണെന്ന് കാണാം. മെയ് 2-ന് ശനിയാഴ്ച ഓഫീസ് പൂട്ടിപ്പോയതായിരുന്നു ജീവനക്കാർ. 4-ാം തീയതി തിങ്കളാഴ്ച വന്നപ്പോഴാണ് ഓഫീസിലെ TV, മോണിറ്റർ, പ്രിന്റർ, ഫാനുകൾ ഉൾപ്പെടെ കാണാതെയാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കസേരകൾ, ടേബിളുകൾ, ഇൻവെർട്ടർ, ഗ്യാസ് സിലിണ്ടർ, വാട്ടർ പ്യൂരിഫയർ ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തി. പല ദിവസങ്ങളിലായാണ് സാധനങ്ങൾ കടത്തിയതെന്നാണ് സൂചന. എന്നാൽ പൂട്ടുപൊളിക്കുകയോ കെട്ടിടത്തിന് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിരുന്നില്ല. പല തവണകളിലായി ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് മേശ, കസേര ഉൾപ്പെടെയുള്ള വസ്തുക്കളും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതായിട്ട് KPSTക്ക് പരാതി ലഭിക്കുകയുണ്ടായി. അതായത് കള്ളൻ കപ്പലിൽ തന്നെ. ജീവനക്കാർ ഉടൻ വിവരം ഉദ്യോഗസ്ഥരെ അറിയിച്ചു. സംഭവം പുറത്തറിഞ്ഞു. എന്നാൽ പിന്നീടാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. തൊട്ടടുത്ത ദിവസം ജീവനക്കാർ എത്തിയപ്പോൾ എല്ലാ സാധനങ്ങളും പഴയപടി അവിടെ തന്നെയുണ്ട്. സംഭവം വിവാദമായതോടെ കൊണ്ടുപോയവർ അന്ന് രാത്രി തന്നെ സാധനങ്ങൾ തിരിച്ചെത്തിച്ചു മാതൃകയായി. ഭരണമാറ്റത്തിന്റെ മറവിൽ സാധനങ്ങൾ കടത്താൻ ശ്രമിച്ചതാണെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന് 24 മണിക്കൂർ ആകുന്നതിന് മുന്നേ ഭരണമാറ്റം സംഭവിച്ചു എന്നതിന്റെ പേരിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ മാറ്റപ്പെടും എന്ന് മനസ്സിലാക്കി ഈ മുഴുവൻ ഉപകരണങ്ങളും സാധനങ്ങളും അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു എന്നതാണ് വസ്തുത എന്ന് KPSTക്ക് ഉത്തമ ബോധ്യമുണ്ട്. എന്നാൽ ഏതാനും ചിലരുടെ പ്രവൃത്തി മൂലം മറ്റുള്ളവർക്കും ചീത്തപ്പേരുണ്ടാകുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് നടപടി ഉണ്ടാകുമെന്നും SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പറഞ്ഞു. മീഡിയ 1 മലപ്പുറം.